വീണ്ടും യാത്ര തുടരുന്നു. അബി ഫാൾസ് എന്ന വെള്ളച്ചാട്ടമാണ് ലക്ഷ്യം. കുടക് ജില്ലയുടെ ആസ്ഥാനമായ മടിക്കേരി നഗരത്തിനടുത്ത് തന്നെയാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം. പ്രസന്നമായ അന്തരീക്ഷം. വെയിലിന് കനം വെച്ചു തുടങ്ങി. വഴിയരികിലെ ഇടതൂർന്ന വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. വീതി കുറഞ്ഞ പാതയാണ്. വാഹനങ്ങളുടെ ബാഹുല്യമോ ആൾത്തിരക്കോ ഇല്ല. മടിക്കേരിയുടെ നഗരപ്രാന്ത പ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഗ്രാമീണമായ ഒരു പശ്ചാത്തല ഭംഗിയുണ്ട്. ദൂരെ മലനിരകൾ കാണാം. നീലിമയാർന്ന ആകാശത്ത് വെൺമേഘശകലങ്ങൾ പാറി നടക്കുന്നു. ഇടതൂർന്ന വൃക്ഷങ്ങൾ പാതയ്ക്ക് അരികുകൾ തീർത്തു നിൽക്കുന്നു. വെയിൽ പരന്നു കിടക്കുന്ന പാത. ഇടയ്ക്ക് ഇലച്ചാർത്തുകൾ പാതയിൽ നിഴലുകൾ തീർക്കുന്നു. കുടകിലെ വഴികൾ ഏറെ ഹൃദ്യമാണ്. ചുറ്റിനും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി. തണുപ്പിനെ ഗർഭം ധരിച്ച അലസമായി ഒഴുകിയെത്തുന്ന കാറ്റ്. വിശാലമായ നീലാകാശം. എപ്പോഴും പ്രസന്നമാണ് ഇവിടുത്തെ അന്തരീക്ഷം. കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഈ പാത. കുടകർ ഭാഷയിലും വേഷവിധാനങ്ങളിലും ഏറെ പ്രത്യേകതകൾ പുലർത്തുന്നവരാണ്. സ്ത്രീകളുടെ വേഷം പ്രധാനമായി സാരിയാണെങ്കിലും അവർ സാരി ചുറ്റുന്നതിൽ പ്രത്യേകതകളുണ്ട്. കുടക് സ്ത്രീകൾ പരമ്പരാഗതമായി ധരിച്ചു വരുന്ന ജോമാലയ്ക്ക് പിന്നിൽ ഒരു പുരാവൃത്തമുണ്ട്. അത് ശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പരമശിവന്റെയും പാർവതിയുടെയും മധുവിധുകാലം. അതിൻ്റെ ഭാഗമായി സഹ്യാദ്രിയിലെ ജലാശയത്തിൽ കുളിക്കാനിറങ്ങിയ പാർവതിയെ ശിവൻ കാളി കാളി എന്ന് വിളിച്ച് കളിയാക്കി. അല്പം കറുത്ത നിറമുള്ള പാർവതിക്ക് അത് അഭിമാനക്ഷതമുണ്ടാക്കുകയും തുടർന്ന് കുടകിലെ കാടുകളിൽ ഒറ്റക്കാലിൽ നിന്ന് 100 വർഷം പാർവതി തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പാർവതിക്ക് ഒരു മാല സമ്മാനിച്ചു. ആ മാല ധരിച്ച മാത്രയിൽ പാർവതിക്ക് വെളുപ്പ് നിറം ലഭിച്ചുവെന്നും പുരാവൃത്തം. അങ്ങനെ ബ്രഹ്മാവ് നൽകിയ മാലയാണ് ജോമാല എന്ന പേരിൽ കുടകർ ധരിക്കുന്നത്. അബി ഫാൾസിനെ സൂചിപ്പിക്കുന്ന ശിലാഫലകം. ബ്രിട്ടീഷുകാർ ജെസി ഫാൾസ് എന്ന പേരിട്ട് വിളിച്ചതാണ് ഈ വെള്ളച്ചാട്ടത്തെ. മടിക്കേരിയിലെ ആദ്യത്തെ ക്യാപ്റ്റന്റെ മകളായിരുന്നു ജെസ്സി. കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഒറ്റയടി പാതയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിനരികിലെത്താൻ. ഇടുങ്ങിയ ഈ പാതയിലൂടെ നടക്കുമ്പോൾ ദൂരെ എവിടെ നിന്നോ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പലുകളും കിളികളുടെ കലപില ശബ്ദവും നമുക്ക് കേൾക്കാം. ധാരാളം സഞ്ചാരികളുണ്ടായിരുന്നു. കുടുംബത്തോടൊപ്പം സന്ദർശിക്കുവാൻ കഴിയുന്ന വെള്ളച്ചാട്ടമാണിത്. ഭക്ഷണപ്പൊതികളുമായി എത്തിയവർ വഴിയരികിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. വനനിബിഡമാണ് പാതയുടെ ഇരുവശങ്ങളും. നമ്മൾ ഉൾക്കാടുകളിൽ എവിടെയോ ചെന്നു ചേർന്ന ഒരു പ്രതീതി. ഇപ്പോൾ ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാം. കാടിൻ്റെ നടുക്ക് വെള്ളിനൂലുകൾ പോലെ താഴേക്ക് പതിക്കുന്നു. മനോഹരമായ ഒരു ദൃശ്യപ്രകൃതി തന്നെ.
ഫാൾസ്. മടിക്കേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് അബി ഫാൾസ്. മടിക്കേരിയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാത്രം ദൂരം. കാവേരിയുടെ കൈവഴിയായ കുടക് നദിയാണ് 70 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് അതിമനോഹരമായ വെള്ളച്ചാട്ടമാകുന്നത്. വെളുത്ത നുരകളായി അലയടിക്കുന്ന ഈ വെള്ളച്ചാട്ടം അതിമനോഹരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെ. ഉൾക്കാടുകളിലെ കിളിമൊഴികളും വെള്ളച്ചാട്ടത്തിൻ്റെ അലയൊച്ചുകളും സംഗമിക്കുന്ന ഇവിടം അപൂർവമായ ഒരനുഭവം തന്നെ. ബ്രിട്ടീഷുകാർ ഈ വെള്ളച്ചാട്ടത്തെ ജെസ്സി എന്നായിരുന്നു വിളിച്ചിരുന്നത്. നിരകളും പതകളുമായി ഒഴുകിത്തിമർക്കുന്ന ഈ വെള്ളച്ചാട്ടം മനോഹരമായ ഒരനുഭവം തന്നെ. കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരനുഭവം. അബി ഫാൾസിന് ജെസ്സി എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു നാട്ടുമൊഴിയുണ്ട്. ജെസ്സി എന്ന ബ്രിട്ടീഷ് യുവതിക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഈ വെള്ളച്ചാട്ടം. അവർ വല്ലാതെ പ്രണയബദ്ധരായിരുന്നു. നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന ഇതിൻ്റെ ആഴങ്ങളിൽ വിലയം പ്രാപിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ജെസ്സി ഫാൾസ് എന്ന പേര് ലഭിച്ചത്. അബി എന്നാൽ കുടകിൽ വെള്ളച്ചാട്ടമെന്നാണ് അർത്ഥം. നിരവധി കുടുംബങ്ങൾ സന്ദർശകരായി എത്തിയിട്ടുണ്ട്. എല്ലാവരും മനോഹരമായ വെള്ളച്ചാട്ടത്തിലെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു. സന്ദർശകർക്കായി നദിക്ക് കുറുകെ ഒരു തൂക്കുപാലമുണ്ട്. അതിൽ കയറി നിന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാണാം. മുന്നറിയിപ്പുകളുമായി നിരവധി ബോർഡുകൾ കാണാം. അപകട മേഖലയാണിത്. വെള്ളച്ചാട്ടത്തിലേക്കിറങ്ങി കുളിക്കുവാൻ ശ്രമിക്കരുത്. അത് അപകടം വിളിച്ചു വരുത്തും. വെള്ളമൊഴുകി മിനുസമായി തീർന്ന പാറക്കൂട്ടങ്ങൾ. കാമുകിയുടെ അഴിച്ചിട്ട മുടി പോലെയെന്ന ഭ്രമകൽപ്പന ഓർത്തുപോകും ഈ വെള്ളച്ചാട്ടത്തിനരികിൽ നിൽക്കുമ്പോൾ. വെയിലിന് കനം വെച്ചിരിക്കുന്നു. അത് വൃക്ഷക്കൂട്ടങ്ങളിലേക്ക് പരന്നിരിക്കുന്നു. അപ്പോഴും വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പലുകൾ കേട്ടുകൊണ്ടേയിരുന്നു. ഞങ്ങൾ മനോഹരമായ ഈ ദൃശ്യപ്രകൃതിയിൽ നിന്ന് യാത്രയാകുന്നു.
നീലാകാശത്തെ മേഘരൂപങ്ങൾ, കൂറ്റൻ പഞ്ഞിക്കെട്ടുകൾ പോലെ വെൺമേഘങ്ങൾ പാറി നടക്കുന്നു. ഞങ്ങൾ തിരികെ മടിക്കേരിയിലേക്ക് പുറപ്പെട്ടു. കാവേരി തീരത്തെ പ്രധാന പട്ടണമാണ് മടിക്കേരി. പ്രകൃതി വൈവിധ്യം കൊണ്ടും ചരിത്രത്തിൻ്റെ സ്മൃതിമുദ്രകൾ കൊണ്ടും മടിക്കേരി വേറിട്ട് നിൽക്കുന്നു. കാഴ്ചകൾ പിന്നിലേക്ക് ഓടിമറയുന്നു. ദൂരെ മലനിരകൾ കാണാം, നിഴലുകൾ പോലെ മലനിരകൾ, അതിനു മുകളിൽ വെൺമേഘക്കൂട്ടങ്ങൾ. വരിവരിയായി നിൽക്കുന്ന വൃക്ഷങ്ങൾ, തോട്ടങ്ങളിലെ തണൽ മരങ്ങളാണവ. നേരം ഉച്ചയോടടുക്കുന്നുവെങ്കിലും അധികം വെയിൽ പരന്നിട്ടില്ല. അന്തരീക്ഷത്തിൽ ചെറിയ തണുപ്പ് തങ്ങി നിൽക്കുന്നു. ഞങ്ങൾ മടിക്കേരിയോടടുക്കുന്നു. വഴിയരികിൽ വീടുകളും കെട്ടിടങ്ങളും കണ്ടു തുടങ്ങി. മടിക്കേരി നഗരത്തിലേക്ക് പ്രവേശിച്ചു. മടിക്കേരിക്ക് ഒരു പുരാതന നഗരത്തിൻ്റെ ഛായയാണ്. പഴക്കം ചെന്ന കെട്ടിടങ്ങളും ശിക്കവീരൻ്റെ കൊട്ടാരവുമെല്ലാം മടിക്കേരിയുടെ പൗരാണിക മുദ്രകളാണ്. നഗരം മെല്ലെ തിരക്കുകളിലേക്ക് കടക്കുന്നു. മടിക്കേരിയെ ബ്രിട്ടീഷുകാർ മെർക്കാറെ എന്നാണ് വിളിച്ചിരുന്നത്.
മടിക്കേരിയുടെ നിരത്തുകൾ സജീവമായി തുടങ്ങി. ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാകുന്നു. വിശപ്പ് വല്ലാതെ തളർത്തി തുടങ്ങി. കണ്ണുകൾ അറിയാതെ തന്നെ ഹോട്ടലുകൾ പരതി തുടങ്ങി. കുടകിൻ്റെ തനത് വിഭവങ്ങൾ കഴിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഹോട്ടലുകൾ അന്വേഷിച്ച് യാത്ര തുടർന്നു.